ഏതോ ഒരു ഗ്രാമത്തിൽ ആകാശും വികാസും എന്ന പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആകാശ് ഒരു പാവപ്പെട്ടവനും വികാസ് പണക്കാരനുമായിരുന്നു. ഇന്നലെ അച്ഛൻ ഒരു സയൻസ് എക്സിബിഷനിൽ പോയി, എന്നിട്ട് ഈ ഭൂതക്കണ്ണാടി മേടിച്ചു. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആ പണം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? എന്നാൽ വാ, ഞാൻ ഇന്നലെ നിനക്ക് മോരുവെള്ളം മേടിച്ചു തന്നില്ലേ, ഇന്ന് നീ സമോസ മേടിച്ചതാ. എന്നാ വാ, നമുക്ക് മാർക്കറ്റിൽ പോകാം. ആകാശും വികാസും മാർക്കറ്റിലേക്ക് പോയി. അവര് നോക്കിയപ്പം കടയില് ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. രണ്ട് സുഹൃത്തുക്കളും കടയുടെ അടുത്തേക്ക് പോയി. ചേട്ടാ, കടയിൽ എന്താ ഇത്രയും ആൾക്കൂട്ടം? സമൂസയുടെ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല രുചിയുള്ള സമൂസയാണ്. ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം തോന്നും. താ പണം താ, ഞാൻ 2 സമൂസ മേടിക്കട്ടെ. എനിക്ക് വേണ്ട, നീ മേടിച്ചോ. എനിക്ക് വയറ്റിൽ നല്ല സുഖം തോന്നുന്നില്ല. ആകാശ് അവന് വേണ്ടി അവിടുന്ന് ഒരു സമോസ മേടിക്കുമ്പോ അപ്പോഴാണ് വികാസിന്റെ ശ്രദ്ധ സമോസ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നത്. വികാസ് സമോസ വിൽക്കുന്ന ആളെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരു സമോസ കിട്ടിയത്. കൊള്ളാം, ഇത്രയും രുചിയുള്ള സമോസ ഞാൻ മുമ്പേ കഴിച്ചിട്ടേ ഇല്ല. നീ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു പ്രാവശ്യം കഴിച്ചാ എപ്പോഴും ചോദിക്കും. ഈ കടയുടെ പേരൊന്ന് നോക്കട്ടെ, നാളെ പിന്നെ വരാമല്ലോ. ആകാശ് കടയുടെ പേര് നോക്കി. കടയുടെ പേരായിരുന്നു അത്ഭുതമുള്ള സമോസ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? എല്ലാവരും ആ സമോസയെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അവര് പറയുന്നത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ആ അത്ഭുതമുള്ള സമോസയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. ആ സമോസ വിൽക്കുന്ന ആളെ കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നു. നീ ആ ഡിറ്റക്റ്റീവ് നോവൽ പഠിച്ച് നിനക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ. വാ, വീട്ടിലേക്ക് പോവാം. നല്ല ഇരുട്ടായി, മഴ പെയ്യുമെന്നാ തോന്നുന്നേ. ആകാശും വികാസും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ആകാശ് ഉറങ്ങി എണീറ്റപ്പോ പെട്ടെന്ന് അവന് അത്ഭുതമുള്ള സമൂസയുടെ കടയിൽ നിന്ന് ആ അത്ഭുതമുള്ള സമൂസ കഴിക്കണമെന്ന് തോന്നി. ആകാശിന് പാരമ്പര്യമായിട്ട് കട്ടിലുണ്ടാക്കുന്ന പണിയായിരുന്നു. മോനെ, രാംപാൽ അദ്ദേഹത്തിന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. ആകാശ് കട്ടിലുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ ആകാശിനെ കൊണ്ട് ഒട്ടും പറ്റിയില്ല. അച്ഛാ, ഞാൻ സമോസ കഴിച്ചേച്ചു വരട്ടെ, ഇപ്പൊ തന്നെ വരാം. 2-3 ദിവസം ആകാശിന്റെ അച്ഛൻ അവനോടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ദിവസം ആകാശ് വെളുപ്പാങ്കാലത്ത് സമോസ കഴിക്കാൻ പോകുമ്പോ അവന്റെ അച്ഛൻ അവനെ അവിടെ തടഞ്ഞു. എന്തിനാ നീ ദിവസം സമൂസ കഴിക്കാൻ പോകുന്നത്? സമൂസ കഴിച്ച് നീ വെറുതെ വയറ് കേടാക്കുന്നു. ഇതിനു മുമ്പൊന്നും നീ ഇത്രയും സമൂസ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് നീ ഏതായാലും കഴിക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛാ, സമൂസ കഴിച്ചില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. പോകാതിരിക്കാൻ വേണ്ടി ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. പക്ഷെ എന്നിട്ടും ആകാശ് നിന്നില്ല. നാട്ടുകാരെ, എന്റെ മകന് ഭ്രാന്ത് പിടിച്ചു. അവനെ തടയാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. ആകാശിന്റെ അച്ഛനെ വേറൊരാള് പിടിച്ചു. എന്നിട്ട് അയാളെ വേറൊരാളും കൂടെ പിടിച്ചു. രണ്ടാമത്തെ ആളെ മൂന്നാമതും, മൂന്നാമത്തെ ആളെ നാലാമതും, അങ്ങനെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കി. ആകാശ് അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ പറിച്ചെടുത്തു. അങ്ങനെ ആ മനുഷ്യ ചങ്ങല അവിടെ തന്നെ വീണു. ആകാശ് അന്നും പോയിട്ട് സമോസ കഴിച്ചു. അടുത്ത ദിവസം ആകാശിന്റെ അച്ഛൻ വികാസിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോയി. വികാസ് മോനെ, ആകാശിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. മാർക്കറ്റില് അത്ഭുത സമൂസ എന്ന പേരുള്ള പുതിയ കട തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതു നേരവും ആ കടയിലെ സമൂസ കഴിക്കാനാ പോകുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അങ്കിൾ, ഞാനെല്ലാം നോക്കിക്കോളാം. അന്ന് രാത്രി അത്ഭുത സമൂസയുടെ കടയിലെ ഉടമസ്ഥൻ കടയും പൂട്ടിയേച്ച് തിരിച്ചു വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ വികാസ് അയാളെ ഒരു ഭൂത കണ്ണാടി വെച്ച് നോക്കി. വികാസ് ആ കടയുടെ ഉടമസ്ഥന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അധികം താമസം ഒന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആൾക്കാരും സമോസ കഴിക്കാൻ വരും. നമ്മളിനി വലിയ പണക്കാരാകും. വിഡ്ഢിയായ ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ കാര്യം അറിയത്തുമില്ലായിരുന്നു നിങ്ങൾ ഒരു കെമിസ്റ്റ് ആണ്. ആ സമൂസയില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അവർക്ക് ആ സമൂസ മാത്രം മതിയെന്നേ തോന്നുള്ളൂ. പതുക്കെ പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും എടുത്തിട്ട് അടിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വികാസ് കേട്ടു. അടുത്ത ദിവസം വികാസ് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ആ അത്ഭുത സമോസയുടെ കടയുടെ മുമ്പിലേക്ക് പോയി. എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവിടെ വന്നത്? ഈ കാര്യം ഞങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. മുഖിയ ചിറ്റപ്പ, ആദ്യം നിങ്ങൾ സമോസ കഴിക്ക്.
മുഖിയ ചിറ്റപ്പൻ ആ സമോസ കഴിച്ചു. ഇനിയും സമൂസ കഴിക്കണം എന്നാണ് എന്റെ മനസ്സ് എന്നോടിപ്പോ പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറയണം. നീ നിന്റെ സമോസയിൽ എന്താ ചേർക്കുന്നത്? എന്റെ സമോസയില് ഉരുളക്കിഴങ്ങും അതിന്റെ മസാല അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. സത്യം തുറന്നു പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ആ കടയുടെ ഉടമസ്ഥൻ പേടിച്ചുപോയി. എന്നിട്ട് ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ സമോസയില് മയക്കുമരുന്ന് ചേർക്കുന്നത്. എന്നാലേ ആൾക്കാരിൽ സമോസ കഴിക്കാനുള്ള ആഗ്രഹം കൂടൂ. എന്നിട്ട് അവര് എപ്പോഴും സമോസ കഴിക്കാൻ വേണ്ടി എന്റെ കടയിലേക്ക് വരും. വികാസ് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് അവിടെ എത്തി ആ കെമിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത്, പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾ എപ്പോഴും അധികം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. ഒരു ഗ്രാമത്തിൽ ബബ്ലു എന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു. ബബ്ലു ഒരു അനാഥയായിരുന്നു. അവൻ ഗ്രാമത്തിലെ ആട്, പശു, കാളയെല്ലാം മയക്കാൻ കൊണ്ടുവരുന്നു. അതിനു പകരം ഗ്രാമത്തിലെ എല്ലാവരും വീട്ടിലെ ആഘോഷത്തിന് വേണ്ടി അവനെ വീട്ടിൽ വിളിച്ച് ആഹാരവും മുട്ടായും കൊടുക്കുമായിരുന്നു. മധുരം കഴിച്ച ബബ്ലു ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. എന്നിട്ട് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ കാട്ടിനകത്തിരുന്ന് ഓടക്കുഴൽ വാഴിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തില് ബസന്ത് പഞ്ചമിയുടെ ആഘോഷമായിരുന്നു. ആ ദിവസം ബബ്ലുവിന് കഴിക്കാൻ ഒരുപാട് മിഠായി കിട്ടി. ബബ്ലു കാട്ടിനകത്തിരുന്ന് ആ മുട്ടായി കഴിക്കുമ്പോ ആ സമയത്ത് പ്രായമായ ഒരു മനുഷ്യൻ ബബ്ലുവിന്റെ അടുത്ത് എത്തി. മോനെ, 4 ദിവസമായിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ? ബബ്ലു കയ്യിലിരുന്ന പാതി മുട്ടായി ആ പ്രായമായ മനുഷ്യന് കൊടുത്തു. ആ പ്രായമായ മനുഷ്യൻ ആ മുട്ടായി കയ്യിലെടുത്തപ്പോ അയാള് വനത്തിലെ ഒരു ദൈവമായിട്ട് മാറി. നീ നല്ല കുട്ടിയാണ് ബബ്ലു. നീ കഴിക്കേണ്ടത് പോലും ആലോചിക്കാതെ അതിന്റെ പകുതി നിനക്ക് തന്നില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. നിനക്ക് ഞാൻ 4 സാധനങ്ങൾ തരാം. അത് നിന്റെ കഷ്ടകാല സമയത്ത് ഉപകാരപ്രദമായിരിക്കും. ആ ദൈവം ബബ്ലുവിന് 3 കൊട്ട കൊടുത്തു. ആദ്യത്തെ കൊട്ടയില് കാറ്റുണ്ട്, രണ്ടാമത്തെ കൊട്ടയില് വെള്ളമുണ്ട്, മൂന്നാമത്തെ കൊട്ടയില് തീയുണ്ട്. അങ്ങനെ പറഞ്ഞ് വനത്തിലെ ദൈവം അപ്രത്യക്ഷപ്പെട്ടു. അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോ 4 സാധനങ്ങളെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇതിപ്പോ 3 ഉള്ളൂ. കുഴപ്പമില്ല. കയ്യിലിരുന്ന ബാക്കി മധുരം ഒന്നും ബബുലിനെ കൊണ്ട് തിന്നു തീർക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിലത്തൊരു കുഴി കുഴിച്ചേച്ച് മുട്ടായി എല്ലാം അതിനകത്തിട്ടു. അടുത്ത ദിവസം ബബ്ലു തിരിച്ചാ സ്ഥലത്ത് തന്നെ എത്തിയപ്പോ അയാള് ശ്രദ്ധിച്ചു നോക്കി. അയാള് കുഴിച്ചിട്ടിരുന്ന മിഠായിയുടെ സ്ഥലത്ത് മിഠായിയുടെ ഒരു മരം തന്നെ കിളിച്ചു വന്നിട്ടുണ്ട്. അതില് ഇഷ്ടപ്പെട്ട ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇത് ആ വനദേവൻ കൊടുത്തയച്ച വരമായിരിക്കുമോ? ബബ്ലു ആ മരത്തില് വലിഞ്ഞു കയറി. എന്നിട്ട് അവിടെ മിഠായി ഇരുന്നുകൊണ്ട് കഴിച്ചു. ആ സമയത്ത് ആ കാട്ടിക്കൂടെ പ്രായമായ ഒരു യക്ഷി പോകുന്നുണ്ടായിരുന്നു. അവര് മരത്തിലിരിക്കുന്ന ബബ്ലുവിനെ കണ്ടു. കൊള്ളാമല്ലോ, ഇന്ന് കഴിക്കാൻ പറ്റിയ ഒരു സാധനത്തിനെയാ കിട്ടിയത്. എവനെ പിടിച്ച് ഞാൻ നല്ല മസാലയൊക്കെ ഇട്ടിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എവനെ മരത്തേന്ന് താഴെ ഇറക്കണം. പ്രായമായ ആ യക്ഷി നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നു. എന്നിട്ട് മിഠായിയുടെ മരത്തിന്റെ അടിയിൽ ചെന്നിട്ട് നേരെ ബബ്ലുവിനോട് പറഞ്ഞു, അല്ല ബബ്ലു മോനെ, മരത്തേൽ എന്തുമാത്രം മിഠായിയാണുള്ളത്? ഇതേന്നു കുറച്ച് മിഠായി പറിച്ച് എനിക്കിടൊന്ന് തന്നാൽ എനിക്കും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ സ്വീറ്റ് താഴേക്കിടാം, നീ കഴിച്ചോട്ടോ. അല്ല മോനെ, നീ മിഠായി പറിച്ച് താഴോട്ട് എറിഞ്ഞാൽ ആ മിഠായി അഴുക്കായി പോവില്ലേ? അല്ല മോനെ, എന്റെ സാരി എല്ലാം അഴുക്കാവില്ലേ? അതിന് നാറ്റം വരാൻ തുടങ്ങും. നീ താഴെ ഇറങ്ങി എനിക്ക് കുറച്ച് മിഠായി തന്നേ. ബബ്ലു പ്രായമായ യക്ഷയുടെ ചതിയും വഞ്ചനയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ മരത്തേന്ന് താഴോട്ട് ഇറങ്ങിയപ്പോ പ്രായമായ യക്ഷി അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ബബ്ലുവിനെ ഒരു ചാക്കിനകത്തിട്ട് അവരങ്ങ് കെട്ടി. ചാക്കിനകത്തിട്ട് കെട്ടിയ ബബ്ലുവിനെ തോളത്തും വെച്ച് അവര് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി.
നോക്ക് ചന്ത, നമുക്ക് ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ള ആഹാരം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നു. ആദ്യം അതിന്റെ കയ്യും കാലും കെട്ടി പിന്നെ അതിന്റെ പെടലി മുറിച്ചാ മതി. എന്നിട്ട് അതിനെ നല്ലോണം വേവിക്കണം, നല്ല മസാലയൊക്കെ ചേർത്തിട്ട്. ഞാനിപ്പോ കുളിച്ചേച്ചിങ് വരാം. പ്രായമായ ആ യക്ഷി കുളിക്കാൻ അവിടുന്ന് പോകുന്നു. ആ പെങ്കൊച്ച് ആ ചാക്ക് തുറക്കുമ്പോ അതിനകത്തിരിക്കുന്നത് ബബ്ലു എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കനായിരുന്നു. ബബ്ലുവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ പെങ്കൊച്ചിന് വിഷമം തോന്നി. രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം സംസാരിച്ചു. ഈ യക്ഷി എന്റെ ആരുമല്ല. ഒരുപാട് വർഷം മുമ്പേ ഇവര് ഗ്രാമത്തിൽ നിന്നും എന്റെ അമ്മയെ കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് എന്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചത്. ഈ യക്ഷി എന്റെ അമ്മയെ വലിച്ചു കയറി തിന്നു. എന്നിട്ട് എന്നെ ഇവിടെ ഒരു അടിമയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇവര് അവരുടെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. ബബ്ലുവും ചന്തയും കൂടെ ഒരുമിച്ച് യക്ഷിയുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കും. കുളിച്ച് വന്ന ആ യക്ഷി നോക്കിയപ്പോ അവിടെ ചന്തയും ബബ്ലുവും രണ്ടുപേരെയും കാണാനില്ല. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. യക്ഷി അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ചന്ത ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. ആ യക്ഷി നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ബബ്ലുവിന് വനദേവത കൊടുത്ത 3 കൊട്ട ഓർമ്മ വന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ പിശാചിനെ ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഓടിക്കാം. ബബ്ലു ഏറ്റവും ആദ്യം ചുഴലിക്കാറ്റുള്ള കൊട്ടയാണ് തുറക്കാൻ പോകുന്നത്. പക്ഷെ ഭയങ്കരമായ ആ ചുഴലിക്കാറ്റിന് മുമ്പിലും ആ യക്ഷി തോൽവി സമ്മതിച്ചില്ല. അവര് പിന്നെയും അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഇത് നിക്കണമാര് തോന്നുന്നില്ലല്ലോ. പിന്നെ ബബ്ലു കനത്ത മഴയുടെ കൊട്ടയാണ് അവരുടെ മുമ്പിൽ തുറക്കുന്നത്. ആ യക്ഷി നന്നായി പരിക്കേറ്റു. പക്ഷെ അവരിപ്പോഴും അവരുടെ പുറകിൽ തന്നെ ഓടുന്നുണ്ട്. ബബ്ലുവും ചന്തയും ഓടി ഓടി നേരെ ഗ്രാമത്തിൽ ചെന്ന് എത്തുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ അടുത്ത് വന്ന് അവരോട് ചോദിച്ചു, എന്താ കുട്ടികളെ, എന്താ ഓടിക്കൊണ്ടിരിക്കണേ? ആ വയസ്സി പിശാച് ഞങ്ങളെ രണ്ടുപേരെയും ഓടിച്ചിട്ടിരിക്കുവാണ്. ആ പിന്നെ ഞങ്ങളും അത് കണ്ടുകൊണ്ടാണ് പേടിച്ചോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? എന്താ ഇനിയിപ്പോ നമ്മൾ ആ പിശാചിനെ കൊന്നേ പറ്റൂ. ഗ്രാമത്തിലുള്ളവരെല്ലാം അതിനെ കണ്ട് പേടിച്ചോണ്ടിരിക്കുക. ഒരു പക്ഷെ നമ്മൾ അതിനെ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, അത് നമ്മളെ കൊല്ലുന്നാ തോന്നണേ. അവസാനം ബബ്ലു തീയുടെ കൊട്ടയാണ് തുറക്കുന്നത്. പ്രായമായ ആ യക്ഷി ആ തീയില് കരിഞ്ഞുപോയി. അപ്പോഴാണ് ഗ്രാമത്തിലെ മുഖിയ ആ സ്ഥലത്തെത്തുന്നത്. കുട്ടികളെ, നിങ്ങൾ നല്ലൊരു ജോലിയാ ചെയ്തത്. ആ പിശാചിന്റെ അടുത്തുനിന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചു. ഈ ഗ്രാമത്തിലുള്ള പശുക്കളെ എല്ലാം തിന്നു തീർത്തു. നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഞാൻ നല്ലൊരു വീട് തരുന്നതാണ്. ഗ്രാമത്തിലെ ആൾക്കാര് ബബ്ലു പിന്നെ ചന്തയുടെയും വിവാഹം നടത്തി കൊടുത്തു. പിന്നെ ബബ്ലുവും ചന്തയും ഒരുമിച്ച് താമസിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു.